കാരുണ്യമായെൻ്റെ ഉള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സൊരുവൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി. മനസ്സൊരുവൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ ആരാധനയുടെ ഈ അത്ഭുതകരമായ മുഹൂർത്തത്തിൽ ദൈവം നമ്മളെ വ്യക്തിപരമായി സന്ദർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന സമയമാണ്. സ്നേഹസ്പർശനത്തിൻ്റെ ഈ 3-ാം ദിനത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പുത്രനായ യേശുവിനെ ആരാധിക്കുകയാണ്. വളരെ പ്രത്യേകമായി ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ അനന്തമായ കൃപയായ പരിശുദ്ധാത്മാവിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഇന്നേ ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മക്കളെ പരിശുദ്ധാത്മാവിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം എന്നുള്ളതാണ്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 34-ാം തിരുവചനം, വളരെ പരിചിതമായ തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. 35-ാം തിരുവചനം, ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയം എന്ന് പറയുന്ന സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ നിസ്സഹായതയിൽ നിന്നുള്ള ഒരു ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ദൂതൻ്റെ മറുപടി, നീ വിഷമിക്കേണ്ട, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നതോടുകൂടി നിന്റെ ജീവിതത്തിൻ്റെ അനേക ചോദ്യങ്ങൾക്ക് ഉത്തരം നിനക്ക് ലഭിക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതം ധ്യാന വിഷയമാക്കുമ്പോൾ എത്രയോ സത്യമായ കാര്യം. ലൂക്കാ സുവിശേഷം മുമ്പോട്ട് വായിച്ചു പോകുമ്പോൾ ദൂതൻ അവളിൽ നിന്ന് മറഞ്ഞു എന്നുള്ള ഒരു വചനം ആ വചനഭാഗത്തിൻ്റെ അവസാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭാഷണമെല്ലാം കഴിഞ്ഞു. ഇനി പിന്നീട് ദൂതൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായൊരു ചോദ്യമുണ്ട്, പിന്നെ എങ്ങനെ പിന്നീടുള്ള നാളുകൾ പരിശുദ്ധ അമ്മയുടെ അസ്വസ്ഥതയുടെയും നെടുവീർപ്പിൻ്റെയും നടുവിൽ ആരുത്തരം നൽകി? പ്രിയപ്പെട്ടവരെ, അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യ ശക്തി നമ്മൾ തിരിച്ചറിയുന്നത്. സകല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം, നിന്റെ ജീവിതത്തിൻ്റെ സകല പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം, അത് പരിശുദ്ധാത്മാവിൽ എത്തിച്ചേരുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുന്നതോടുകൂടി ആ വ്യക്തിക്ക് പ്രശ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയാണ്.
പ്രശ്നങ്ങൾ അവസാനിക്കും എന്നുള്ളതല്ല, മറിച്ച് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള വലിയ ഒരു കൃപ ലഭിക്കും. ഈ ഒരു കൃപയാണ് ഈ ആരാധന മധ്യേ നമ്മിലേക്ക് ദൈവം ചൊരിയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ അനേക ചോദ്യങ്ങളുടെ, അനേക പ്രശ്നങ്ങളുടെ, നെടുവീർപ്പുകളുടെ മധ്യത്തിലാണ്. ഒരുപക്ഷെ നമ്മളോട് നമ്മുടെ വീട്ടുകാരോ കൂട്ടുകാരോ സൗഹൃദ വലയത്തിലുള്ളവരൊക്കെ ചോദിക്കുന്ന അനേക ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ഒരുപക്ഷെ നിന്റെ ബുദ്ധിയിൽ ഒരുത്തരവുമില്ലായിരിക്കും. എന്തിനാണ് നീ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് നീ എപ്പോഴും ഈ കൊന്ത ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്? ദൈവം എവിടെയാണ്? ഇങ്ങനെ തുടങ്ങി 100,000 ചോദ്യങ്ങൾ. ഈ 100,000 ചോദ്യങ്ങളുടെ മധ്യേ ഇന്ന് പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കുന്നത് വലിയ ഒരു അഭിഷേകത്തിലേക്കാണ്. എന്താണ് അഭിഷേകം? സാധാരണക്കാരിയായിരുന്ന മറിയം അസാധാരണക്കാരിയായി മാറിയ ആ കൃപ, അത് പരിശുദ്ധാത്മാവാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയുടെ മുമ്പിൽ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവെ എൻ്റെ ജീവിതത്തിൽ അതിശക്തമായി നിറയണമേ. ഉത്തരം കിട്ടാത്ത കാര്യങ്ങൾക്ക് നടുവിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി പ്രവർത്തിക്കും. വളരെ സാധാരണക്കാരായിരിക്കുന്ന നമ്മളെ അസാധാരണ കാര്യങ്ങൾ കാണാനും കേൾക്കാനും അനുഭവിക്കുവാനുമുള്ള വലിയൊരു കൃപയിലേക്ക് പരിശുദ്ധ അമ്മ ക്ഷണിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു തിരുവചനം പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മുടെ മുമ്പിൽ നൽകുന്നത് സാമുവേൽ പ്രവാചകനാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായി നീ മാറും. സാമുവേൽ എന്ന് പറയുന്ന പ്രവാചകൻ സാവൂൾ എന്ന് പറയുന്ന രാജാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നീ സാധാരണക്കാരായ വ്യക്തിയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നതോടുകൂടി ഈ ചിത്രമൊക്കെ മാറും. എന്താണ് വചനം പറഞ്ഞത്? വചനം ഇങ്ങനെയാണ്: അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. പരിശുദ്ധ അമ്മയോട് പറഞ്ഞ അതേ വചനം നിന്നിൽ ആവസിക്കും. അടുത്ത വചനം പറയുന്നു, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായി മാറും. നിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും. ഒരു ടോട്ടൽ ചേഞ്ചാണ് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യുന്നത്. പരിപൂർണമായ ഒരു മാറ്റം. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 10-ാം അധ്യായം 9-ാം വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: സാവൂൾ സാമുവേലിൻ്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. സാമുവേൽ പറഞ്ഞതെല്ലാം അന്നു തന്നെ സംഭവിച്ചു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുന്നതോടുകൂടി ആ വ്യക്തിയുടെ ജീവിതം അടിമുടി മാറ്റിമറിക്കപ്പെടുകയാണ്. പരിശുദ്ധ അമ്മ ഇന്നേ ദിവസം നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി, മക്കളെ, എപ്പോഴും നമ്മൾ ദാഹിക്കണം, ആഗ്രഹിക്കണം എന്നുള്ള വലിയ ഒരു നിയോഗമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയും അതുതന്നെയാണ്: പരിശുദ്ധാത്മാവെ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി നിറയണമേ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എന്തായി മാറും? നിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മുതൽ നമ്മൾ സാക്ഷികളായിട്ട് മാറും. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ്. ആ ശക്തി നമ്മിൽ നിറയുന്നതോടുകൂടി നമ്മൾ സാക്ഷികളായി മാറും. ഈ ഭൂമിയിൽ സമസ്ത ഇടങ്ങളിലും നമ്മൾ സാക്ഷ്യം വഹിക്കാൻ കൃപയും അഭിഷേകവും നിറയപ്പെട്ടവരാകും. അതുകൊണ്ട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം: പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ അത്ഭുതകരമായി നിറയണമേ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ അതേ അഭിഷേകം ഞങ്ങളുടെയൊക്കെ ജീവിത വഴികളിൽ നിറയണമേ. ഞാൻ ഓർക്കുന്നു, ഒരു ധ്യാനാവസരത്തിൽ ഒരു ദേശത്തെ വലിയ ഒരു മുഴുക്കുടിയനായിരുന്ന വ്യക്തിയെ ആ നാട്ടിലുള്ളവരെല്ലാവരും ചേർന്ന് കെട്ടിയിട്ട്, അവരുടെ നാട്ടിലുണ്ടായിരുന്നൊരു ജീപ്പിലാണ് ഈ വ്യക്തിയെ
ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവരുന്നത്. ധ്യാനത്തിന് കൊണ്ടുവന്നു. ഇദ്ദേഹം ആകപ്പാട് അസ്വസ്ഥനാണ്. മദ്യം മാത്രമൊന്നുമല്ല, ഒത്തിരിയേറെ ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ വലിയൊരു മനുഷ്യനാണ്, പൊക്കവും വണ്ണവും ഒക്കെ വലുതാണ്. പ്രിയപ്പെട്ടവരെ, ധ്യാന ശുശ്രൂഷയ്ക്ക് വന്നു. ആദ്യത്തെ ദിവസമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാവണില്ല. പ്രിയപ്പെട്ടവരെ, സാവധാനം ശുശ്രൂഷയിൽ ഇയാൾ പങ്കുപറ്റാൻ തുടങ്ങി. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ ധ്യാന ഹാളിന് ഏറ്റവും പുറകിലായിരുന്നു. ഇദ്ദേഹത്തെ അനേകര് പിടിച്ചാണ് കൊണ്ട് ഇരുത്തിയത്. 2-ാം ദിവസമായപ്പോൾ അയാൾ അവിടെ ഇരുന്നു. 3-ാം ദിവസത്തിൽ അയാൾ 2 സ്റ്റെപ്പും കൂടെ മുമ്പോട്ട് കയറി ഇരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിൻ്റെ അവസാന ദിവസം പരിശുദ്ധാത്മാവിന് വേണ്ടി അതിശക്തമായ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷം ഈ വ്യക്തി പിന്നീട് സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്: എവിടെ നിന്നോ അത്ഭുതകരമായൊരു ശക്തി എൻ്റെ മേൽ നിറഞ്ഞു. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് പ്രാർത്ഥനയാണ് ഇയാൾ പ്രാർത്ഥിച്ചത്? അച്ഛാ, ഞാനൊന്നും പ്രാർത്ഥിച്ചില്ല, ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം ഞാൻ ആഗ്രഹിച്ചു, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ നിറയണം. നല്ല ഒരു കുമ്പസാരം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അടിമുടി മാറ്റം മറിച്ചു. ഇദ്ദേഹം സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു: പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാരം മാറി. ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നത് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല, അനേകം പേര് എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന, നീണ്ട നാളുകളായിട്ടുണ്ടായിരുന്ന ഭാരം മാറി. ലഹരികളൊന്നും എനിക്കിപ്പോൾ താല്പര്യമില്ല. കാരണം പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ലഹരി എൻ്റെ ഉള്ളിലുണ്ട്. ലോകം വെച്ച് നീട്ടുന്ന ലഹരികളൊന്നും എനിക്ക് താല്പര്യമില്ല. ഈ മനുഷ്യൻ എന്നിട്ട് പറഞ്ഞു: അച്ഛാ, ഒരു ബലൂണിന് ഇങ്ങനെ ഒരു പിന്നുകൊണ്ട് അത് കുത്തിക്കഴിയുമ്പോൾ അതിൻ്റെ കാറ്റ് ഒഴിഞ്ഞു പോകുന്നത് പോലെ അത്രമാത്രം എൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ദൂരേക്ക് പോയി. ശരീരത്തിൽ തന്നെ എനിക്ക് അത് അനുഭവിക്കാൻ സാധിക്കും. ഇക്കാലം അത്രയും പല വ്യക്തികളെയും കാണുമ്പോൾ ഞാൻ അസ്വസ്ഥനായിരുന്നു. എന്നാൽ ഇന്നു മുതൽ എനിക്ക് ആരോടും അസ്വസ്ഥതകളില്ല എന്ന് തുടങ്ങി ഈ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ ഒരു മാനസാന്തര അനുഭവം പങ്കുവച്ചിട്ട് പറഞ്ഞു: പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞപ്പോൾ മുതൽ എന്നിൽ പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് എന്നുള്ളത് നമുക്കൊക്കെ അവകാശപ്പെട്ടതാണ്. ഒരു വ്യക്തിക്ക് മാത്രമല്ല, സകലർക്കും അവകാശപ്പെട്ടതാണ്. ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ചിന്തിക്കുകയാണ്: ഓ, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് എനിക്കൊന്നും ഉള്ളതല്ലല്ലോ, അത് അച്ഛന്മാർക്കും കന്യാസ്ത്രീമാർക്കും ശുശ്രൂഷകർക്കും മാത്രമുള്ളതല്ലേ? തെറ്റാണ്. പരിശുദ്ധാത്മാവ് സകലർക്കും അവകാശപ്പെട്ടതാണ്. ജോയേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം തിരുവചനം അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവ് സകലർക്കുമുള്ളതാണ്. പരിശുദ്ധാത്മാവ് സകലർക്കുമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനം ഹൃദയത്തിൽ സ്വീകരിക്കുക. എന്നിട്ട് ഈ ദിവസത്തിൽ വളരെ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുന്നു: പരിശുദ്ധാത്മാവെ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി നിറയണമേ. അപ്രകാരം ആഗ്രഹിക്കുന്നതോടുകൂടി വളരെ സാധാരണക്കാരായ നമ്മളെ അസാധാരണമായ കാര്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കും. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ കൂപ്പി ഈശോയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം: പരിശുദ്ധാത്മാവെ, ഞങ്ങളെ അത്ഭുതകരമായ വഴികളിലേക്ക് നയിക്കണമേ. പരിശുദ്ധാത്മാവെ, എൻ്റെ ശരീരത്തിൽ നിറയണമേ. പരിശുദ്ധാത്മാവെ, എൻ്റെ കുടുംബത്തിലെ അസ്വസ്ഥതകളിലേക്ക് നിറയണമേ. പ്രിയപ്പെട്ടവരെ, അപ്രകാരമുള്ള വലിയൊരു അഭിഷേകത്തിൻ്റെ പ്രാർത്ഥനയിലാണ് നമ്മൾ. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു. തുടർന്നുള്ള ആരാധനയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ഒരുമിച്ച് ഈ ആരാധന സമയം ദിവ്യകാരുണ്യനാഥൻ്റെ പക്കൽ നിന്ന് വലിയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഭക്തിപൂർവമായിരുന്നു കൊണ്ട് ഈ ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കുക: പരിശുദ്ധാത്മാവെ, എൻ്റെ ജീവിതത്തിൽ വന്ന് നിറയണമേ. ഈ ആഗ്രഹത്തോടുകൂടി ഈ ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് പാടി പങ്കുചേരാം. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ
ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. കൈകൾ കൂപ്പി ചേർന്ന് പാടിക്ക് എല്ലാവരും ആരാധന പാടാം. ആരാധന മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, നമ്മുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് പാടിക്കേ. ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ദൈവമേ അങ്ങേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹസ്പർശനത്തിൻ്റെ കൂട്ടായ്മയിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യം നമുക്ക് വേണ്ടി നൽകുന്നത് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കിടയിൽ ഉത്തരം നൽകുന്ന പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ലഭിച്ചത് ആ വലിയ സമ്മാനമാണ്. ദാ ആ സമ്മാനം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ലഭിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുമ്പോൾ ആ വ്യക്തിയിൽ ആത്മീയമായ ആനന്ദം അനുഭവപ്പെടും. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു അവകാശമാണ്. ഏതെങ്കിലും ജീവിതത്തിൽ ധ്യാനാവസരത്തിൽ പരിശുദ്ധാത്മാവിനെ കിട്ടി, ഇനി എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ട എന്ന് പറഞ്ഞല്ല നമ്മളായിരിക്കേണ്ടത്. മറിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ഓരോ സമയവും നമ്മൾ കൂടുതൽ കൂടുതൽ തീഷ്ണതയോടുകൂടി ആഗ്രഹിക്കണം. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് അവർക്കുള്ള ദാഹജലം പകർന്നു ലഭിക്കപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞു വെച്ച ഈ ദാഹജലം, ജീവജലം, അത് പരിശുദ്ധാത്മാവല്ലേ. നമുക്ക് ഈ സമയം ദാഹിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അതിശക്തമായി ഇടപെടണമേ. സാധിക്കുമെങ്കിൽ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത്, ഒരുപക്ഷെ നമുക്കൊക്കെ പരിചയമുള്ള ഒരു ഗാനത്തിൻ്റെ വരിയാണ് ആത്മാവാം ദൈവമേ എന്നുള്ള ഗാനം. നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയട്ടെ. ചേർന്ന് നമുക്ക് പാടാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ചേർന്ന് പാടിക്ക് എല്ലാവരും.
ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒരിക്കൽ കൂടെ പഠിക്കേ തീഷ്ണതയോടുകൂടെ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും പാടിക്കേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് പ്രത്യേകമായിട്ട് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപബോധവും പശ്ചാത്താപവും നമുക്ക് ലഭിക്കും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചില പ്രവൃത്തികളെ അൾത്താരുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും കൂടെയുള്ള ഒരു അത്ഭുത സമയമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളെ ഒന്ന് ചിന്തിക്കുക. ഒരുപക്ഷെ നന്മയാണെന്ന് കരുതി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. ഇതാ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അതിൻ്റെ ശരിയും തെറ്റും നമ്മളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവെ, ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ പ്രവൃത്തികളെ മനസ്സിലാക്കുവാൻ കൃപ നൽകണമേ. ഒരുപക്ഷെ പല കാര്യങ്ങൾക്കും ന്യായീകരണങ്ങൾ പറയുന്നവരായിരിക്കും. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് ചിന്തിക്കുന്നവരാവും. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവെ, എനിക്ക് പാപബോധവും പശ്ചാത്താപവും നൽകണമേ. ആത്മാവാം ദൈവമേ വരണമേ, ഈ സമയം എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണമേ. ചേർന്ന് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ചേർന്ന് പാടാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹത്തോടെ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. എല്ലാവരും പഠിക്കും. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈ സമയം വളരെ പ്രത്യേകമായി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും വ്യക്തികൾ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട് പ്രാർത്ഥനയില്ല, ദൈവകാര്യങ്ങളോട് യാതൊരു താല്പര്യവുമില്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവെ, അവരുടെ മേൽ അതിശക്തമായി ഈ സമയം വ്യാപരിക്കപ്പെടട്ടെ. പ്രത്യേകമായിട്ട് ഏതെങ്കിലുമൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടവർ, ജീവിതത്തിൽ തകർന്നുപോയെന്ന് കരുതുന്നവർ, പരാജയപ്പെട്ടവർ, അവരുടെയൊക്കെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ കുടുംബത്തിൽ പുതിയൊരു അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ജീവനുള്ളവരാക്കണമേ. വളരെ സാധാരണക്കാരായി ഞങ്ങളെ അസാധാരണ കാര്യങ്ങൾ ചെയ്യുവാൻ ശക്തിയും ബലവുമുള്ളവരാക്കണമേ. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും പാടിക്കേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.
രണ്ട് കരങ്ങളും ഉയർത്തി നമ്മളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കപ്പെടട്ടെ, നിരാശയും ദുഃഖവും എടുത്തു മാറ്റട്ടെ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണം. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോവാണ്. ഈ സ്നേഹസ്പർശനത്തിന്റെ 3-ാം ദിനത്തിൽ ഇതാ ഈ ദീപികാരുണ്യം നിനക്ക് വാഗ്ദാനം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി ഈ സമയം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം. ഈ ദീപികാരുണ്യം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉളവാക്കട്ടെ. പരിശുദ്ധ അമ്മ നമ്മളെ ക്ഷണിക്കുന്നു. വളരെ സാധാരണക്കാരിയായിരുന്ന മറിയം അസാധാരണ കാര്യങ്ങൾ കേൾക്കാനും അനുഭവിക്കുവാനും ഒക്കെ ഇടവന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ആ ആത്മാവ് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പുത്തൻ അഭിഷേകത്തിലേക്ക് നയിക്കട്ടെ. ഈശോയുടെ ആശീർവാദം നമുക്ക് ഒരുമിച്ച് ഈ സമയം അൾത്താരയിലേക്ക് നോക്കി നമുക്ക് സ്വീകരിക്കാം. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന പാട മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാട മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന